യു എയിൽ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈം നല്ലതാണ്. നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സ്കിന്ന് ഡ്രൈനെസ് ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാനൊരു 6 മന്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റാണ് ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ ഫേസ് സീറോ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിൻ വൈറ്റനിങ്, ഓവർ വൈറ്റനിങ് ഒന്നുമല്ല, നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡൾനെസ് ഒക്കെ മാറിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എമൗണ്ട് വന്നിട്ടൊരു 60 dirhams ഒക്കെയാണ്. നിയർ 60 dirhams വരെ. ഞാൻ ഈ സ്കിൻ കെയർ ഒരു പാക്കേജ് പോലെ വാങ്ങാറ്. ഒരു സെപ്പറേറ്റ് റേറ്റ് അങ്ങനെ അധികം ഓർത്ത് വയ്ക്കാറില്ല. എന്നാലും യു എയിലൊക്കെ ഒരു 60 dirhamsൻ്റെ അടുത്താണ് വരുന്നത്. നാട്ടിൽ ഒരു 1200 നിയർ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിലാണ് ഈ ഒരു പാക്കേജിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1 മന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് കിട്ടുന്നത്. പിന്നെ നൈറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബെറ്റർ. ഞാൻ അധികം നൈറ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ ഫേസിന് ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ബോട്ടിലായതുകൊണ്ട് തന്നെ നിയർ ഒരു 1 മന്തൊക്കെ ആകുമ്പോഴേക്ക് ഇത് ഫിനിഷ് ആവും. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു സ്കിന്നിൽ സൺ ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ്, ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും. എനിക്ക് തോന്നുന്നു ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ കുറച്ചൊരു പിമ്പിൾസൊക്കെ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ സ്കിന്നിലോട്ട് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ സെറ്റ് ആവില്ല, കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ് വരുന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചു എനിക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു 1 to 3 days ഒക്കെ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും. ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരും. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നോർമലി അത് ചേഞ്ച് ആകും. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ആക്റ്റീവായിട്ട്, ഇപ്പോൾ ജോബിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈവനിങ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു ഡൾനെസ് ഒക്കെ റിമൂവ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കും. പക്ഷേ എനിക്ക് പിമ്പിൾസ് എന്ന ഒറ്റൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 1 മന്ത് കഴിയുമ്പോൾ പിന്നെയും അഗൈൻ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാർമസി പോയിട്ട് അവിടുന്ന് എൻ്റെ സ്കിന്നൊക്കെ ചെക്ക് ചെയ്തപ്പം അവർ സജസ്റ്റ് ചെയ്ത് തന്നിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സജഷൻസ് ഒന്നും ഞാൻ പൊതുവേ ചോദിക്കാറില്ല, എന്നാൽ പോലും ഒരു ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ബെറ്റർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂസ് ചെയ്തു, എനിക്ക് പിമ്പിൾസൊക്കെ വന്നെന്ന്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു നല്ല രീതിയിലൊരു 3 മന്ത്സോളം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് റിസൾട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാമെന്ന്. പക്ഷേ ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്നൊരു ഇത് തന്നത്. നമുക്കൊരു നല്ലൊരു എഫക്റ്റ് ചെയ്യാം, നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഒരു ചേഞ്ചസ് ഒക്കെ ഒരു ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് സ്കിൻ വൈറ്റനിങ് എന്ന് പറയില്ല, കുറച്ചും കൂടെ നിങ്ങൾക്കൊരു സ്കിന്ന് കുറച്ചൊന്ന് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റണം, സൺ ടേൺ ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ അധികം നൈറ്റാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് അധികം മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഏതാണ് ബെസ്റ്റ് വേണമെന്നുള്ളവരാണ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അധികം നൈറ്റാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു സിറംസൊക്കെ യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് യൂസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റ നെഗറ്റീവ് എന്ന് പറയുന്നത് ചെറിയൊരു ബോട്ടിലാണ്. നമ്മളിപ്പോൾ ഒരു 50 dirhams ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 60 dirhams ഒക്കെ കൊടുത്ത് വാങ്ങണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 2 weeks 3 weeks ഒക്കെ ആകുമ്പോഴും തന്നെ ഇത് ഫിനിഷ് ആവാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു 1 മന്ത് ആവാറായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 2-3 drops ഒക്കെ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്കിന്നൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്കിന്നിൽ കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ 2-3 drops വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ഡൾനെസ് അതുപോലെ തന്നെ സൺ ടേൺ ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങണം, അല്ലെങ്കിൽ സമ്മറിന് നല്ലൊരു സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ഈ ഒരു സ്കിൻ സിറം യൂസ് ചെയ്യുന്നത് നല്ലതായിട്ട് ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്യുക കമൻറ്റിൽ. ഞാൻ അധികം സിറം, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഈ ഒരു 3 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ അധികം ഫേസ് വാഷ്, ഈ ഒരു 4 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ അധികം സ്കിൻ കെയർ ചെയ്യാറ്. അത് ഈസി ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാൻ ഈസി ടു വേ ആയിട്ട് എപ്പോഴും നോക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ഫേസ് സിറം, ഫേസ് വാഷ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.